ഞാൻ പറയുന്നത് സയനിസ്റ്റ് അജണ്ട എന്ന് പറയുന്നത് ചെറിയൊരു വൃത്തത്തിലുള്ള അജണ്ടയല്ല, അത് വലിയ ഒരു അജണ്ടയാണ്. ഇസ്ലാമിക ചെറുപ്പക്കാരെ ഷണ്ഡീകരിക്കുക, അവിവേകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക, അവരുടെ ക്രിയാശേഷിയെ നശിപ്പിക്കുക, ചിന്താശേഷിയെ നശിപ്പിക്കുക, പകരം അവരുടെ മസ്തിഷ്കത്തെ അവിവേകത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാനും അതിവൈകാരികതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ പരുവത്തിൽ അവരെ വളർത്തിയെടുക്കുക. അതിനോശാന പാടുന്ന, അതിന് വഴിയൊരുക്കുന്ന എത്രയോ സംഘങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ കേരളത്തിൽ വരെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ സംഘടനകൾ നമ്മൾ കാണുന്നു, എഴുത്തുകൾ കാണുന്നു, പ്രസംഗങ്ങൾ കാണുന്നു. കാരണം അതിവൈകാരികതയുടെ എല്ലും കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് യുവാക്കളെ അതിൻ്റെ പിന്നിൽ അണിനിരത്തി വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്നതിന് വേണ്ടിയാണ് അത്തരം ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂക്ഷ്മമായി വിവേകത്തോടു കൂടി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അവിടെയാണ് നാം കേൾപ്പിച്ച വിശുദ്ധ വചനത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ല നാട്ടിലാണ്, അഥവാ വിവേകമുള്ള, വിജ്ഞാനമുള്ള, ഇഹ്സാനുള്ള, ഈമാനുള്ള ഹൃദയത്തിൽ നിന്നാണ് പക്വതയും പാകതയും ചിന്താശേഷിയും ധൈഷണിക പാഠവുമുള്ള ചെറുപ്പക്കാർ കടന്നു വരുന്നത്. അല്ല എങ്കിൽ അവിടെ ശുഷ്കമായിരിക്കും, അവിടെ കെട്ട വിശ്വാസങ്ങളായിരിക്കും, അവിടെ അവിവേകമായിരിക്കും, അവിടെ അന്ധവിശ്വാസങ്ങളായിരിക്കും, മതനിരാസമായിരിക്കും അവിടെ വളർന്നു വരിക എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലോകത്ത് നമ്മൾ സംഘർഷങ്ങൾ കാണുന്നു, സംഘട്ടനങ്ങൾ കാണുന്നു, ഗോത്രകലഹങ്ങൾ കാണുന്നു, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കാണുന്നു, ഏകപക്ഷീയമായ വംശഹത്യകൾ കാണുന്നു, വംശീയ ഉന്മൂലനങ്ങൾ കാണുന്നു. നമ്മൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ വലിയ അജണ്ടകളുണ്ട് എന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, ഗസ നമ്മെ കരയിപ്പിക്കുകയാണ്, കുറെ കാലങ്ങളായിട്ട് നമ്മെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 1.25 ലക്ഷം ടൺ 1.25 ലക്ഷം ടൺ ബോംബാണ്, അല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങളാണ് ഗസയിൽ 700 ദിനം കൊണ്ട് തള്ളിയത് എന്ന് വരുമ്പോൾ ഈ ലോകത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും ചുറ്റുപാടുകൾക്കും പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്കും അത് ഏൽപ്പിക്കുന്ന പരിക്ക് എത്ര മാരകമായിരിക്കുമെന്ന് ചിന്തിക്കുക. 700 ദിവസം തുടർച്ചയായ യുദ്ധങ്ങളുണ്ടായി. 70 ബില്യൺ US$ നഷ്ടമാണ് ഗസയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്ന് BBC റിപ്പോർട്ട് ചെയ്യുകയാണ്. 70 ബില്യൺ ഡോളർ. അതിൻ്റെയൊക്കെ പൂജ്യവും അതിൻ്റെയൊക്കെ വലിപ്പവും നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഓരോ മേഖലയിലും, കൃഷി മേഖലയിൽ, വ്യവസായ മേഖലയിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, എന്തെല്ലാം മേഖലകൾ ഉണ്ടായിരുന്നു ആ മേഖലകളെല്ലാം തച്ചുടച്ചുകൊണ്ട് 70 ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഗസയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ 700 ദിവസവും, ഓരോ ദിവസവും 700 ദിവസത്തിൽ ഓരോ ദിനവും 300 കെട്ടിടങ്ങൾ വീതം അവിടെ തകർക്കപ്പെട്ടു എന്ന് വരുമ്പോ എത്ര ഭീകരമായ ഒരു യുദ്ധമാണ്, അല്ല ഏകപക്ഷീയമായ വംശീയ ഉന്മൂലന പ്രവർത്തനമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഒരിക്കലും ഗസയിലെ ആ ഇസ്രായേലിന്റെ ഭീകരരാഷ്ട്രമായ ഇസ്രായേലിന്റെ വംശീയ ഉന്മൂലനത്തെ യുദ്ധമെന്ന് പോലും നമ്മൾ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അത് ഇരുവിഭാഗം തുല്യശക്തികളായ സൈനികർ അല്ലെങ്കിൽ സൈനികർ തമ്മിലുള്ള അതിനൊക്കെയാണ് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുക. ഇത് ഒരു നാടിനെ, അവിടുത്തെ നിരപരാധികളായ കുട്ടികള്, വൃദ്ധന്മാര്, സ്ത്രീകള്, ദുർബലര്, ഇങ്ങനെയുള്ള 70,000 മനുഷ്യരെയാണ് 2 വർഷത്തിനിടയിൽ കൂട്ടക്കശാപ്പ് ചെയ്തത്. അത് മീഡിയകളും ഔദ്യോഗിക കണക്കുകളും പുറത്തുവിടുന്നത് മാത്രമാണ്.